2007 BS അച്യുതാനന്ദ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കെ ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരിക്കെ അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റാണ് ഇവർ ഈ ചർച്ച ചെയ്യുന്നത്. ആ അഫിഡവിറ്റ് എന്താണ് പറയുന്നത് യഥാർത്ഥത്തിനെക്കുറിച്ച് ഞാനൊന്ന് വായിച്ചോട്ടെ. The government is not in favor of any discrimination towards women or any section of the society. ഞങ്ങൾ ഡിസ്ക്രിമിനേഷൻ എതിരൊന്നുമല്ല, അനുകൂലമല്ല. However, the government is aware of the fact that the restriction on women between the age of 10 and 50 from entering the Sabarimala temple is being followed by the Sabarimala Tantri and the Travancore Devaswam Board on the basis of the findings of Kerala High Court in 1991. 91 ഉത്തരവ് പ്രകാരം. In view of the judgment of the Honorable High Court, the hands of the government are tied. However, the government is of the considered opinion that in the present scenario, it may be desirable to have a review of this matter by a competent authority. Therefore, the government is of the view that an expert committee may be constituted to examine the issue of women's entry into the Sabarimala temple. The government submits that it would abide by such a decision as may be rendered by this honorable court in the matter. അന്നത്തെ ഈ സത്യവാങ്മൂലത്തിൽ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കോടതി വിധി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് നിലപാട് സ്ത്രീ പുരുഷ തുല്യത എന്നാണെങ്കിൽ തന്നെയും ഈ കോർട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിക്കണം. പിന്നെ ആ എക്സ്പേർട്ട് കമ്മിറ്റിയെക്കുറിച്ച് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നിലപാട്. സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അത് ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിക്കണം. എക്സ്പേർട്ട് കമ്മിറ്റി എന്താണോ പറയുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ സുപ്രീം കോടതി ഒരു ഉത്തരവ് തന്നാൽ അത് അബൈഡ് ചെയ്യാൻ അത് പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് മാത്രമേ ഈ കാര്യത്തിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായി സംഭവിച്ചു? ഈ സത്യവാങ്മൂലത്തിൻ്റെ പേരിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു സ്ത്രീ പ്രവേശനമാകാം. കോടതി പറഞ്ഞതുകൊണ്ട് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സർക്കാർ നിലപാടെടുത്തു. ഈ കാര്യം പറഞ്ഞാൽ മതി. കോടതി തിരുത്തി ഇപ്പോൾ ഒരു 7-അംഗ ബെഞ്ചിന്, വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ആ കാര്യം കൂടുതൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ നിലപാടാണല്ലോ CPM സർക്കാർ മുന്നോട്ട് വന്നു. CPMന് ഒരു കാലത്തും ഈ കാര്യത്തിൽ ഈ തരത്തിൽ സൂക്ഷ്മമായി നോക്കിയാൽ CPMനെ എതിർക്കുന്ന ആളുകൾക്ക് പറയാം എന്നല്ലാതെ CPM സർക്കാർ, BS അച്യുതാനന്ദ സർക്കാർ അക്കാലത്തെ ചർച്ചകൾ നടത്തിക്കൊണ്ടത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഹർഷനും അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അക്കാലത്തെ ചർച്ചകൾ ഓർമ്മയുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും. ഇത് തന്ത്രിമാരടക്കമുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ അറിവുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് അവരുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനത്തിലേക്ക് പോകാവൂ. സുപ്രീം കോടതി ഒരു തീരുമാനം പുറത്തേക്ക് വന്നാൽ ഞങ്ങളത് പാലിക്കുക തന്നെ ചെയ്യും എന്നാണ് അന്നും സർക്കാർ സ്വീകരിച്ചുള്ള നിലപാട്. ആ നിലപാടിൽ അവർ പിന്നോട്ട് പോവുകയില്ല. ഇന്നത്തെ MP ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ മറുപടി അല്ലെങ്കിൽ അതിന് ചോദ്യത്തിലുള്ള മറുപടി ആണെങ്കിലും അവർ നിലപാടിന് പിന്നോട്ട് പോവുകയല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ആ പ്രശ്നമില്ല എന്നവർ പറയുമ്പോൾ കൃത്യമാണ് കാര്യം. ഈ പറയുന്ന ഈ സത്യവാങ്മൂലം സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാണ് അതിനകത്ത്. അതായത് ഒരു വിശ്വാസപരമായിട്ടുള്ള വിശ്വാസികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസികൾക്ക് പരമപ്രധാനമായുള്ള സ്ഥലത്തെക്കുറിച്ചിട്ട് ഒരു ജനാധിപത്യ സർക്കാർ, വിശ്വാസികളും അവിശ്വാസികളും എല്ലാം വോട്ട് ചെയ്ത് വന്ന ഒരു ജനാധിപത്യ സർക്കാർ എന്ത് ചെയ്യണമോ അത് ചെയ്യണം സർക്കാർ. അതായത് വിശ്വാസികളോട്, ഈ ഭരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വിശ്വാസമില്ല എന്ന് തന്നെ വെക്കുക എന്ന് വെച്ച് വിശ്വാസികളോട് പുച്ഛം പാടില്ല. അവർക്ക് വേണ്ട കോൺക്ലേവ് വിളിക്കാനും അവരുടെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് നിലപാടെടുക്കാനും ഈ സർക്കാരിന് നിശ്ചയമായിട്ടും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പാലിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആ ഉത്തരവാദിത്തം പാലിക്കുന്നില്ലെങ്കിലാണ് നമുക്ക് ഈ സർക്കാരിനെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കേണ്ടി വരിക. അത്തരം സാഹചര്യം വരുമ്പോൾ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും.